DMK എംപിമാരുടെ പ്രതിഷേധത്തിൽ രാജ്യസഭയും ലോക്സഭയും തടസ്സപ്പെട്ടു. മണ്ഡല പുനർനിർണയത്തിലാണ് രാജ്യസഭയ്ക്ക് അകത്ത് പ്രതിഷേധം ഉയർത്തിയത്. ത്രിഭാഷാ നയത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പരാമർശത്തിൽ ലോക്സഭയ്ക്ക് പുറത്തും എംപിമാർ പ്രതിഷേധിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരും. അതിനു മുമ്പ് ഒരു പ്രതികരണം കൂടി. ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കണമെന്ന് DMK എംപിമാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൂടി കണ്ടുവരാം. Shot dead in 1965 agitation. So, Ali Ranna, when he was the chief minister, passed the resolution unanimously that Tamil and English only, two language. We don't want Hindi. We will never accept Hindi. This is the background. But the Minister of Education, Dharmendra Pradhan, with all arrogance, he said, uncivilized people are Tamil MPs, Tamil people, Tamil Nadu Chief Minister. ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നു. ശരത്, പാർലമെന്റിനകത്തും പുറത്തും DMK പോർമുഖം തുറക്കുകയാണ്. ത്രിഭാഷാ നയം, മണ്ഡല പുനർനിർണയം തുടങ്ങിയ വിഷയങ്ങളിൽ ഈ മണ്ഡല പുനർനിർണയമൊക്കെ കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ആകെ ബാധിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ DMK മാത്രമാണോ പ്രതിഷേധമുഖത്തുള്ളത്? ലക്ഷ്മി, DMK ആണ് പ്രതിഷേധത്തിന് മുന്നിലുള്ളത്. കോൺഗ്രസും മറ്റു പ്രതിപക്ഷ കക്ഷികളും ഇതിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഏതായാലും ഇന്നിപ്പോൾ രാജ്യസഭയിലായിക്കോട്ടെ DMK ആണ് ഈ പ്രതിഷേധം ഉയർത്തിയത്. DMK പ്രതിഷേധം ഉയർത്തുകയും DMKയുടെ എംപിമാരുടെ ബഹളത്തിനും പിന്തുണ നൽകുന്ന ഒരു കാഴ്ചയാണ് കോൺഗ്രസ് കണ്ടത്. കോൺഗ്രസ് നേരിട്ട് ഈ ഇറങ്ങിയിട്ടില്ല. ഹിന്ദി ഭാഷാ പ്രശ്നമായതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഉത്തരേന്ത്യയിലെ നിലപാടുകളും താല്പര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ പരസ്യമായി രംഗത്തിറങ്ങുന്നതിലൊക്കെ കോൺഗ്രസ് മടിച്ചു നിൽക്കുകയാണ്. ഏതായാലും DMK ഇതൊന്നും കാത്തു നിൽക്കാതെ DMK ശക്തമായ രീതിയിൽ തന്നെയാണ് രാജ്യസഭയിലും ഈ പ്രശ്നം ഉന്നയിച്ചത്. രാജ്യസഭയിൽ ബഹളം മൂലം രാജ്യസഭ തടസ്സപ്പെട്ടു. പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്ന 11 മണിക്ക് മുമ്പ് തന്നെ DMK എംപിമാർ പാർലമെന്റിന് മുമ്പിൽ മുദ്രാവാക്യം വിളിക്കി. കവാടത്തിന് മുമ്പിൽ മുദ്രാവാക്യം വിളി. ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കണം, നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ലക്ഷ്മി, ഏതായാലും DMK സ്വന്തമായിട്ട് ഒറ്റത്തലത്തിൽ തന്നെ തങ്ങൾ നേരിടാൻ തയ്യാറാണെന്ന് എന്നുള്ള ശക്തമായ സന്ദേശമാണ് പ്രതിപക്ഷ നിരക്ക് ഇന്ന് നൽകിയിരിക്കുന്നത്. ഇതിനു പുറമെ കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്ക് DMK നീങ്ങും എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. കാരണം അത്തരത്തിലുള്ള ഒരു പ്രതിഷേധ കൂട്ടായ്മക്കാണ് DMK ഇന്ന് സാക്ഷ്യം വഹിച്ചത്. രാജ്യസഭയിൽ മണ്ഡല പുനഃക്രമീകരണം, ലോക്സഭയിൽ ത്രിഭാഷാ പദ്ധതിയുമാണ് DMK ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും DMK നേതാവ് കനിമൊഴി നൽകിയിരിക്കുന്ന അവകാശ ലംഘന നോട്ടീസ് പരിഗണിക്കുകയാണ് സ്പീക്കർ. അത് തള്ളുമോ അല്ലെങ്കിൽ അത് എത്തിക്സ് കമ്മിറ്റിക്ക് വിടുമോ എന്ന കാര്യത്തിലാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അതുപോലെ തന്നെ മണ്ഡല പുനഃക്രമീകരണം സംബന്ധിച്ച് സഭ ചർച്ച ചെയ്യണമെന്നാണ് DMK രാജ്യസഭയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ അതിന് സർക്കാർ തയ്യാറായിട്ടില്ല. വേണമെങ്കിൽ 377 അനുസരിച്ച് ഉന്നയിക്കാം എന്നുള്ളൊരു ഒഴുക്കൻ മറുപടിയാണ് പാർലമെന്ററി കാര്യമന്ത്രി റിജു നൽകിയിരിക്കുന്നത്. ഏതായാലും DMK തനിച്ചു തന്നെ പാർലമെന്റിൽ 2 വിഷയങ്ങളിലും പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് കനിമൊഴി വ്യക്തമാക്കിയിരിക്കുന്നത്. ലക്ഷ്മി പത്മ. ശരത്ത്, ഈ കോൺഗ്രസിന്റെ ഉത്തരേന്ത്യൻ താല്പര്യങ്ങൾ പറയുമ്പോൾ പോലും കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ സ്കോർ ചെയ്യുന്നത്, അവരുടെ സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നത് ദക്ഷിണേന്ത്യയിലാണ്. അപ്പോൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക്, അതിൽ കേരളത്തിലാണ് ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്നത്. എന്നിട്ടും അവിടെ കോൺഗ്രസ് പിന്നണിയിൽ തന്നെ നിൽക്കുകയാണോ ഈ പ്രതിഷേധത്തിൽ? ലക്ഷ്മി, നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് കോൺഗ്രസ് പിന്നെ മുൻനിരയിലേക്ക് വന്നില്ല എന്നുള്ളതാണ്. അതായത് ട്രഷറി ബെഞ്ചിൽ ഓപ്പോസിറ്റ് പ്രതിപക്ഷത്തിലിരിക്കുന്ന ബെഞ്ചിൽ നിന്ന് അവരെ കൈയടിച്ചു പ്രോത്സാഹിപ്പിക്കുക അല്ലാതെ നടുത്തളത്തിൽ ഇറങ്ങുകയോ ബഹളത്തിൽ കൂടിച്ചേരുകയോ ചെയ്തിട്ടില്ല. DMK ഇന്ന് നടത്തിയ ധർമ്മേന്ദ്ര പ്രധാനെതിരെ നടത്തിയ പ്രതിഷേധത്തിനും DMK മാത്രമെന്ന് തമിഴ്നാട്ടിലുള്ള കോൺഗ്രസ് എംപിമാർ അതിൽ മുൻപന്തിയിൽ കണ്ടിരുന്നില്ല. ഏതായാലും കോൺഗ്രസ് ഈ സമയത്തിൽ സൂക്ഷിച്ചൊരു നിലപാടാണ്. എങ്ങനെയാണ് ഹിന്ദി ഹാർട്ട്ലാൻഡിൽ അല്ലെങ്കിൽ ഹിന്ദി ഭൂമിയിൽ
പിന്നെ DMK-ക്ക് അനുകൂലമായി നിന്നാലുണ്ട് ആ തിരിച്ചടി ഒരു ഭയമുണ്ട് കോൺഗ്രസിന്. ഇതുകൊണ്ട് തന്നെയാവാൻ തോന്നുന്നു മുൻനിരയിലേക്ക് എത്തിയിട്ടില്ല. അതിന് കാരണം കോൺഗ്രസ് നേതാക്കൾ പറയുന്നു ഇത് സംബന്ധിച്ച് ഒരു കൂടിയാലോചന നടന്നിട്ടില്ല. കൂടിയാലോചന നടക്കും. ഇന്ത്യ സഖ്യത്തിൽ കൂടി ആലോചിച്ച ശേഷം മാത്രം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ഏതായാലും കോൺഗ്രസ് ഇക്കാര്യത്തിൽ DMK-യെ തള്ളുകയും ചെയ്യുന്നില്ല, കൊള്ളുകയും ചെയ്യുന്നില്ല ഒരു നിലപാടിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധിയും അത് പ്രതിപക്ഷ നേതാവും മറ്റും ഇക്കാര്യം ഇതുവരെ ലോക്സഭയിൽ ഉന്നയിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. രാജ്യസഭയിൽ അതേപോലെ തന്നെ ACC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും ഈ കാര്യങ്ങൾ മുന്നണിയിൽ നിന്ന് ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ ഹിന്ദിക്കെതിരെയുള്ള ഒരു സമരം എന്ന നിലക്ക് അതിനെ കൂടെ നിൽക്കുന്നതിൽ പരിമിതികൾ കോൺഗ്രസിനുണ്ട് എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ലക്ഷ്മി, തീർച്ചയായും വരും ദിവസങ്ങളിൽ ആരെയൊക്കെ DMK-ക്കൊപ്പം അണിചേരും എന്നുള്ളതാണ് അറിയേണ്ടത്. ശരത് ലാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ ത്രിഭാഷാ നയത്തിൽ ഒപ്പം ഈ മണ്ഡല പുനഃക്രമീകരണത്തിൽ ഇതിലൊക്കെയാണ് DMK പാർലമെന്റിനകത്തും പുറത്തും പോർമുഖം തുറന്നിരിക്കുന്നത്. തീർച്ചയായും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന് വലിയ നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത് മണ്ഡല പുനർനിർണയത്തിലൊക്കെ അടക്കം. പക്ഷേ ഇവിടെ നിന്നുള്ള MP-മാരൊന്നും ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. പിന്നണിയിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് മാത്രമാണ് നിലവിൽ ഉള്ളത്.